YS അഭിനന്ദ് കൂടി ചേരുന്നുണ്ട്. അഭിനന്ദ്, ഈ കുട്ടിയെ വല്ലാർപാടത്താണല്ലോ കണ്ടെത്തിയത്. ഇത് പോലീസ് സംഘം നേരിട്ട് ഉള്ള അവരുടെ പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു, അതോ നാട്ടുകാരെങ്കിലും വിവരം കൈമാറിയതാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ അഭിനന്ദ്? ഉന്മേഷ്, ഒടുവിൽ 7 മണിക്കൂർ കൊച്ചി നഗരത്തിലെ വ്യാപക തിരച്ചിലിനൊടുവിൽ ഇപ്പോൾ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വല്ലാർപാടം കണ്ടെയ്നർ റോഡിലുള്ള വല്ലാർപാടം പാലത്തിന് മുകളിൽ നിന്നാണ് ഈ കുട്ടിയെ സുഹൃത്തിനൊപ്പം കണ്ടെത്തിയത്. ഈ കുട്ടിയുടെ അച്ഛന്റെ വിശദമായ മൊഴി അല്പസമയം മുമ്പ് എളമക്കര പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു പോലീസ് അച്ഛനിൽ നിന്നും ചോദിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ കുട്ടിയുടെ അമ്മയുമായി ACP ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം വ്യാപകമായ തിരച്ചിലായിരുന്നു കൊച്ചി നഗരത്തിലാകമാനം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നടത്തിയത്. ഒടുവിൽ വല്ലാർപാടം ടെർമിനലുള്ള കണ്ടെയ്നർ റോഡിന് മുകളിലുള്ള ആ പാലത്തിൽ നിന്നാണ് സുഹൃത്തിനൊപ്പം കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടിയുടെ ആരോഗ്യനിലയിലൊന്നും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. സൈക്കിളിലായിരുന്നു പച്ചാളത്ത് വെച്ച് കാണാതായത്. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ പച്ചാളത്ത് വെച്ചായിരുന്നു വൈകുന്നേരത്തോടു കൂടി കുട്ടിയെ കാണാതാകുന്നത്. 7ാം ക്ലാസ്സിനാണ് പഠിക്കുന്നത്. സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ എന്തായാലും പോലീസ് അവരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിയുടെ അച്ഛൻ ഈ വിവരം അറിഞ്ഞതോട് ഉടൻ തന്നെ എളമക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇപ്പോൾ ആ സംഭവ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. ഇതുവരെ അദ്ദേഹം കൃത്യമായ രീതിയിലുള്ള മൊഴി, നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി കൊച്ചിയുടെ പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഒടുവിലാണ് ഇപ്പോൾ 7 മണിക്കൂർ തെരച്ചിലിനൊടുവിൽ ഇപ്പോൾ കുട്ടിയെ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉന്മേഷ്, എന്താണിപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെ ആശ്വാസകരമായ ആ വാർത്ത. വടുതല സ്വദേശിയായ 12-കാരിയാണ് കാണാതായിരുന്നത്. പോലീസിന്റെ തിരച്ചിൽ നടക്കുന്നതിനിടെയാണ് വല്ലാർപാടത്ത് വെച്ച് കുട്ടിയെ പോലീസ് സംഘം കണ്ടെത്തിയത്. കുട്ടിയുടെ അമ്മ ഈ തെരച്ചിൽ നടത്തുന്ന പോലീസ് സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. കുട്ടിയെ കണ്ടെത്തിയവർ പോലീസ് വാഹനത്തിൽ ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ എളമക്കര സ്റ്റേഷനിലേക്കായിരിക്കും, അവിടെയാണ് പരാതി എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ അവിടേക്കായിരിക്കും ഈ കുട്ടിയുമായുള്ള പോലീസ് വാഹനം എത്തുക. കുട്ടിയുടെ പിതാവ് അവിടെ ഉണ്ട്. ഏതായാലും അത് ആശ്വാസകരമായ കാര്യമാണ്. കുട്ടി അമ്മയെ കാണുമ്പോൾ കരയുന്നുണ്ടായിരുന്നു, വിതുമ്പുന്നുണ്ടായിരുന്നു. പോലീസ് സംഘം കുട്ടിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ മാറി നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്, അതിൻ്റെ കാരണം എന്താണ്, അതൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. ഏതായാലും ആശ്വാസകരമായ വാർത്തയാണ് എത്തുന്നത്. 12-കാരി തൻവിയെ കണ്ടെത്തിയിരിക്കുന്നു. 5 മണിയോട് കൂടിയാണ് ഈ കുട്ടിയെ കാണാതാകുന്നത്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. കുട്ടി സൈക്കിളിലായിരുന്നു. പച്ചാളം വരെയുള്ള ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. CCTV ദൃശ്യങ്ങൾ കിട്ടി. അത് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പോലീസിൻ്റെ പരിശോധന. അവിടെ നിന്ന് കുട്ടിയും എങ്ങോട്ട് പോയി എന്നായിരുന്നു പോലീസ് അന്വേഷിച്ച് വന്നിരുന്നത്. അതിനിടയിലാണ് വല്ലാർപാടത്ത് കുട്ടിയെ കണ്ടെത്തിയത്. ഇപ്പോൾ പോലീസ് സംഘം, കുട്ടിയുടെ അമ്മ, അവരൊക്കെ ഉണ്ട്. കുട്ടിയുമായി എളമക്കര സ്റ്റേഷനിലേക്കായിരിക്കും ഒരു പക്ഷേ പോലീസ് വാഹനം ഇപ്പോൾ തിരിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വരാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആശ്വാസകരമായ കാര്യമാണ്. ഈ വിവരം കിട്ടിയ ഉടൻ തന്നെ മറ്റു ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഈ കുട്ടിയുടെ ഫോൺ അത് സ്കൂൾ അധികൃതർ പിടിച്ചു വെച്ചു, അത് കാരണമാണ് കുട്ടി മാറിയുന്നത് എന്നടക്കമുള്ള ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അക്കാര്യത്തിലൊക്കെ സ്ഥിരീകരണം വരാനുണ്ട്. ഏതായാലും കുട്ടി എന്താണ് പോലീസിനോട് ഒപ്പം അമ്മയോടൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്ന് കൂടി അറിയേണ്ടതുണ്ട്. അല്പസമയത്തിനകം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അപ്പോൾ ഈ കുട്ടിയെ അതുവഴി കടന്നുപോയ ആളുകൾ ആരോ കണ്ട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു എന്നുള്ള തരത്തിൽ കൂടിയുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യത്തിലൊക്കെ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. YS അഭിനന്ദ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിനന്ദ്, ഈ വല്ലാർപാടത്ത് കുട്ടിയെ കണ്ടെത്തിയത് ആരാണ് എന്നതടക്കം, കുട്ടി എന്താണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന വിവരം, അതൊക്കെ അറിയാൻ കഴിയുന്നുണ്ടോ? ഉന്മേഷ്, ഇപ്പോൾ എന്തായാലും വല്ലാർപാടത്തെ അവിടേക്ക് തന്നെയാണ് ഇപ്പോൾ നിലവിൽ കുട്ടിയുമായി പോലീസ് സംഘം ഉള്ളത്. അതിനുശേഷം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് എത്തുമെന്നാണ് എളമക്കര പോലീസ് അറിയിക്കുന്നത്. നിലവിൽ എളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ വിവരം പോലീസ് നൽകുന്നില്ല. പക്ഷേ ഒരു കാര്യം അവർ വ്യക്തമായി തന്നെ പറയുന്നു, CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഇത്തരത്തിലേക്ക് കുട്ടിയെ കണ്ടെത്തുന്നതിൽ സഹായിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ പിതാവിന്റെ സുഹൃത്തുക്കൾ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു. ഈ കാര്യം തന്നെയാണ്, സ്കൂളിൽ ഉണ്ടായ ഒരു ചെറിയ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ കുട്ടി മാതാപിതാക്കളോട് ഈ കാര്യം സംസാരിച്ചിരുന്നു. ഫോണുമായി ബന്ധപ്പെട്ട ഫോണിന്റെ ദുരുപയോഗമൊക്കെ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാതാപിതാക്കളും കുട്ടിയെ ശകാരിച്ചിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഈ പ്രായത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട്. അതായിരുന്നു ഇത്തരത്തിലേക്കൊരു സംഭവം ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ ഇനി കുട്ടിയിൽ നിന്ന് തന്നെ ചോദിച്ചറിയേണ്ടതുണ്ട്.
എന്തായാലും നിലവിൽ പോലീസ് കുട്ടിയെ കണ്ടെത്തി എന്നതാണ് ഏറ്റവും ആശ്വാസകരവും സന്തോഷകരവുമായിട്ടുള്ള കാര്യം. വല്ലാർപാടത്ത് നിന്ന് ഇനി കുട്ടിയെ ഈ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യും. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്കായിരിക്കും എത്തിക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എളമക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസ് വ്യക്തമായ ഒരു വിവരം നൽകുന്നില്ല. പോലീസ് സംഘം ഇപ്പോഴും വല്ലാർപാടത്ത് തന്നെയുള്ളത്.